ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ ഗ്രിൽഡ് ചിക്കനാണ്. നമ്മളൊരു സ്പെഷ്യൽ മസാല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാല, ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാല ഉണ്ടാക്കിയിട്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഓവനിലാണ് ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? അപ്പോൾ ക്യാപ്സിക്കം, സവോളയും ചിക്കനും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ക്യാപ്സിക്കവും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് കൂടുതൽ ഭംഗി വരണം എന്നുണ്ടെങ്കിൽ 3 കളറിൽ ക്യാപ്സിക്കം എടുക്കാം, റെഡും യെല്ലോയും ഗ്രീനും. എൻ്റെ കയ്യിലിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. തൈര് അധികം വെള്ളമില്ലാതെ എടുക്കുക കേട്ടോ, കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണം, അതുപോലെ ഉപ്പ് വേണം, കുറച്ച് ഓയിൽ വേണം. പിന്നെ ഞാൻ മിക്സിയിൽ കുറച്ച് പൊടികൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മസാല പൗഡറാണിത്. ഇതിൽ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ്സ്, അതായത് നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 6-7 കുരുമുളക്, ഇത്രയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ പൊടികളെല്ലാം കുക്കായിക്കോളും. അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യാതെ പൊടിച്ചെടുത്തത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ മസാലപ്പൊടികൾക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനും ഈ വെജിറ്റബിൾസും എല്ലാം ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഒരു ബൗളെടുക്കുക. ബൗളിലേക്ക് നമുക്ക് ചിക്കൻ മാറ്റാം. ചിക്കനിലേക്ക് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ചധികം ചേർക്കാം കേട്ടോ. ആ ജിഞ്ചറിലും ഗാർലിക്കിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് വേണം. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ് ചേർക്കുന്നതെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കൂടുതൽ ചേർക്കുക, ഇഞ്ചിയുടെ അളവ് കുറച്ച് ചേർക്കുക. പക്ഷേ എളുപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് ചേർക്കുന്നത് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മതി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1.5 ടീസ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. നമുക്ക് കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കുക. അത് 1.5 ടീസ്പൂൺ ചേർത്താൽ എരിവ് അധികം ഉണ്ടാവില്ല, പക്ഷേ നല്ല കളർ ഉണ്ടാവും. 2 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. 1.5 ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നമ്മൾ തൈര് ചേർക്കുമ്പോൾ അധികം എരിവുണ്ടാവില്ല, കളർ വേണ്ടേ, കളറിനാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ വരെ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പൊടിച്ചിരിക്കുന്ന ഈ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ടീസ്പൂണിലാണ് ചേർക്കുന്നത്, 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മസാല നമ്മൾ പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് പൊടിക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ എരിവ് കിട്ടും. ഇനി നമുക്ക് തൈര് ചേർക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. 2.5 ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കാം. നമ്മൾ ഓവനിൽ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇതിൻ്റെ കൂടെ ചേർക്കണം. പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നതെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഇപ്പോൾ ചേർക്കേണ്ട. നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ കുക്ക് ചെയ്യുന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. തൈര് നമ്മൾ എങ്ങനെയാണ് വെള്ളം മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ 1-2 വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷിഫോണിൻ്റെ ഷോളിലേക്ക് അല്ലെങ്കിൽ ഒരു തോർത്തിലേക്ക്, തോർത്തിനേക്കാൾ നല്ലത് ഷിഫോണിൻ്റെ ഒരു ഷോൾ എടുക്കുക. അതിലേക്ക് നമ്മൾ തൈരിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കുക. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ ആ തൈരെടുത്ത് ഒഴിക്കുക. ഒരു 1/2 ലിറ്റർ തൈര് ഒഴിച്ചിട്ട്
നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ആവുന്ന അത്രയും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഷിഫോണിൻ്റെ ഷോളാണ് ഏറ്റവും നല്ലത് കോട്ടൺ ഷോളിനേക്കാൾ. കോട്ടൻ്റെ ഷോളിൽ പിഴിയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം മാറി കിട്ടില്ല. നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം മാറ്റിയെടുക്കുക. തൈരിലുള്ള വെള്ളം മുഴുവൻ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തൈര് കിട്ടും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിക്കാം. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ മസാലകൾ പൊടിച്ചെടുത്തതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ക്യാപ്സിക്കവും സവോളയും കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് 2 മണിക്കൂറോ 4 മണിക്കൂറോ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും നല്ലതാണ്. 4 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വയ്ക്കുക, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വയ്ക്കുന്നത്. 3 കളറിലെ ക്യാപ്സിക്കം നമുക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കളറിലെ ക്യാപ്സിക്കം മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. ഈ സവോളയൊക്കെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഞാൻ ഈ സവോള 3 പെറ്റൽസ് 4 പെറ്റൽസ് ഇതുപോലെ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഒരുപാട് തിന്നായിട്ട് ഓരോ പെറ്റൽസ് ആയിട്ടല്ല നമ്മളിപ്പോൾ അടർത്തിയിട്ടിട്ടുള്ളത്. 3 4 പെറ്റൽസ് ഒരുമിച്ച് നമ്മുടെ സവോളയുടെ കട്ടി അനുസരിച്ച് 2 പെറ്റൽസ് അല്ലെങ്കിൽ 3 പെറ്റൽസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ മാരിനേഷനും പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കനും പെർഫെക്റ്റ് ആവുള്ളൂ. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാരിനേഷന് നമ്മൾ ഇതുപോലെ പല മസാലകൾ യൂസ് ചെയ്യുക. പല രീതിയിലുള്ള മസാലകൾ യൂസ് ചെയ്ത് നമുക്ക് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലിപ്പോൾ ചിക്കന് പകരമായിട്ട് നമുക്ക് പനീർ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. പനീർ എടുക്കാം, മഷ്റൂം എടുക്കാം, അങ്ങനെ പല രീതിയിലുള്ള വെജിറ്റബിൾസും ഇതുപോലെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ എടുക്കരുത്. കോളിഫ്ലവർ കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് കോളിഫ്ലവർ എടുക്കരുതെന്ന് പറഞ്ഞത്. ഇനി ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1.5 മണിക്കൂറായി. ഞാൻ 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്, പക്ഷേ 1/2 മണിക്കൂറും കൂടി കൂടുതലായി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് ഒരു സ്ക്യൂവറിലേക്ക് കോർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രിൽ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രിൽ പാനിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാൻ ഉണ്ടല്ലോ, ചപ്പാത്തി പാനിലേക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സവോള ഉണ്ടല്ലോ, 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത പീസായിട്ട് നമ്മുടെ ചിക്കനാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. വീണ്ടും നമ്മുടെ ക്യാപ്സിക്കം ഇതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോന്നായിട്ട് ഞാൻ 2 സവോള ഇത് എടുക്കാനാണ് കേട്ടോ കുറച്ച് ടൈം ഡിലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിടുക. ഓവനിലാണ് വയ്ക്കുന്നതെങ്കിൽ. ഇല്ലെങ്കിൽ പാനിലാണെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മളിപ്പോൾ ചിക്കനിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചപ്പാത്തി പാനിലാണെങ്കിലും ഓയിലോ ബട്ടറോ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും ഞാൻ 1 ക്യാപ്സിക്കവും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇവിടെ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സ്ക്യൂർ ഫില്ലായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാ സ്ക്യൂറിലും കുത്തി നമുക്ക് ഫില്ലാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് 20 മിനിറ്റാണ് ഗ്രില്ല് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചു വെച്ചിട്ട് വീണ്ടും 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക 180 ഡിഗ്രിയിൽ. അതിനുശേഷം 20 മിനിറ്റ് 1 സൈഡ് കുക്ക് ചെയ്തെടുക്കുക. അടുത്ത 20 മിനിറ്റ് അടുത്ത സൈഡ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനും ക്യാപ്സിക്കവും എല്ലാം നമ്മൾ സ്ക്യൂവറിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ OTG ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഈ 180 ഡിഗ്രി പറഞ്ഞത്. പിന്നെ അത് നമ്മുടെ ഓവൻ്റെ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ടെമ്പറേച്ചറിൽ. ചിലപ്പോൾ ടൈം കൂടുതലെടുക്കാം, ചിലപ്പോൾ ടൈം കുറച്ചെടുക്കാം. അത് നമ്മുടെ ഓവനെ ബേസ് ചെയ്തിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഞാനിതൊന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടികളൊക്കെ ഗ്രില്ലായി നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രഷിൽ ബട്ടർ ഇല്ല കേട്ടോ. ഞാനതൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടി ബ്രഷ് ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എളുപ്പം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടർ അങ്ങനെ തന്നെ എടുത്തിട്ടേ ഉള്ളൂ. നല്ല തണുത്ത് സെറ്റായിരിക്കുന്ന ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചൂടായി വരുമ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനും കുക്കായി വന്നിട്ടുണ്ട്.
ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഗ്ലേസിങ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. ടേസ്റ്റ് ഉണ്ട് ബട്ടർ ബ്രഷ് ചെയ്യാതെ കഴിച്ചാൽ തന്നെ, പക്ഷേ കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് വരാനാണ് നമ്മൾ ഇതുപോലെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിക്കൻ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കനെല്ലാം ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പ്രസൻറ്റ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. 3 പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സ്ക്യൂവറിലുള്ളതാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമല്ലേ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുക, സ്ക്യൂവറിലേക്ക് ഒന്ന് കുത്തി എടുത്ത് വയ്ക്കുക, ഗ്രില്ല് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രിൽഡ് ചിക്കൻ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചർ നിങ്ങളുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളിപ്പോൾ 170 ആക്കാം, 190 ആക്കാം. അതങ്ങനെ ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 170 to 190 ഈ ഒരു ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ നമുക്ക് ചിക്കൻ പ്രസൻറ്റ് ചെയ്യാം, അതിന് ശേഷം കഴിക്കുക. അത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ, അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.